അമേരിക്കൻ പൊളിറ്റിക്സിൽ അമേരിക്കൻ മീഡിയയുടെ പങ്കെന്താണ്? ഇവിടെ വിഷ്വൽ മീഡിയയും പ്രിന്റഡ് മീഡിയയും എങ്ങനെ പ്രവർത്തിക്കുന്നു? ഇവിടെ സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളായ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും എങ്ങനെയാണ് അമേരിക്കയിലെ മീഡിയ കമ്പനികൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട മീഡിയകൾ എന്ന് പറഞ്ഞാൽ ABC, NBC, CBS, ഫോക്സ് ന്യൂസ്, MSNBC, CNN, PBS എന്നീ ചാനലുകളെല്ലാം നേഷൻ വൈഡ് ഓഡിയൻസിനെ റീച്ച് ചെയ്യുന്നതും പബ്ലിക് ഒപ്പീനിയൻ അവരുടേതായ നരേറ്റീവുകൾക്കനുസരിച്ച് ഷെയ്പ്പ് ചെയ്യാൻ പ്രാപ്തിയുള്ളതുമാണ്. പ്രിന്റർ മീഡിയകളിൽ ഏറ്റവും പ്രധാനമായത് ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ലോസ് ആഞ്ചലസ് ടൈംസും വാൾ സ്ട്രീറ്റ് ജേർണലുമാണ്. ഇത് കൂടാതെ അമേരിക്കയിൽ 15,000 AM FM റേഡിയോ സ്റ്റേഷനുകളും ഉണ്ട്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ TV ചാനലുകളെയും പത്രമാധ്യമങ്ങളെയും ചേർത്താണ് ഇവരെ മെയിൻ സ്ട്രീം മീഡിയ എന്ന് വിളിക്കുന്നത്. മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് ലെഗസി മീഡിയ എന്നൊരു ചെല്ലപ്പേര് കൂടിയുണ്ട്. കേരളത്തിലെ കൈരളി ചാനൽ CPMൻ്റെയും ജനം TV BJPയുടെയും മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെയും ചാനലുകളാണെന്ന് പറയുന്നത് പോലെ അമേരിക്കയിലെ മെയിൻ സ്ട്രീം മീഡിയയുടെ 80% കൺട്രോൾ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇതിനൊരു വ്യത്യാസം ഫോക്സ് ന്യൂസും വാൾ സ്ട്രീറ്റ് ജേർണലും മാത്രമാണ്. ഇവർ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന ചാനലുകളാണ്. മെയിൻ സ്ട്രീം മീഡിയയിൽ ABCക്കും NBCക്കും CBSനും പ്രൈം ടൈം വ്യൂവേഴ്സ് എന്ന് വെച്ചാൽ 8 PM to 11 PM വരെ 42 ലക്ഷം ആളുകൾ ഓരോ ചാനലും കാണുന്നുണ്ട്. CNNനും MSNBCക്കും 6 ലക്ഷം കസ്റ്റമേഴ്സാണ് ഉള്ളത്. ഫോക്സ് ന്യൂസിന് 20 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്. ന്യൂയോർക്ക് ടൈംസിന് 6 ലക്ഷത്തിൽ താഴെയുള്ള പ്രിന്റഡ് സർക്കുലേഷനും 100 ലക്ഷത്തിൽ താഴെയുള്ള ഡിജിറ്റൽ സർക്കുലേഷനുമാണുള്ളത്. വാഷിംഗ്ടൺ പോസ്റ്റിന് 1 ലക്ഷത്തിൽ താഴെയുള്ള പ്രിന്റഡ് സർക്കുലേഷനും 25 ലക്ഷത്തിൽ താഴെയുള്ള ഡിജിറ്റൽ സർക്കുലേഷനുമാണുള്ളത്. വാൾ സ്ട്രീറ്റ് ജേർണലിന് 4 ലക്ഷത്തിൽ താഴെയുള്ള പ്രിന്റഡ് സർക്കുലേഷനും 40 ലക്ഷത്തിൽ താഴെയുള്ള ഡിജിറ്റൽ സർക്കുലേഷനുമാണുള്ളത്. ഇതിൽ ഫോക്സ് ന്യൂസും വാൾ സ്ട്രീറ്റ് ജേർണലും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ മെയിൻ സ്ട്രീം മീഡിയകളും ഡെമോക്രാറ്റിക് പാർട്ടി നിയന്ത്രിക്കുന്നതുകൊണ്ട് 24/7 ഈ ചാനലുകളെല്ലാം ട്രംപിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ട്രംപ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മിണ്ടാതിരിക്കുകയും ട്രംപിൽ നിന്ന് വരുന്ന ചെറിയ കുറ്റങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ച് ട്രംപിനെ നാണം കെടുത്തുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം മീഡിയയുടെ പ്രധാന ജോലി. വോക്ക് കൾച്ചറും ക്യാൻസലിംഗ് കൾച്ചറും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഐഡന്റിറ്റിയായി മാറിയതുകൊണ്ട് സത്യം പറയുന്ന ജോലി മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. ബ്ലാക്ക് ലൈഫ് മാറ്ററും മീ ടു മൂവ്മെന്റും ആന്റിഫ മൂവ്മെന്റുമെല്ലാം വോക്ക് കൾച്ചറിന്റെ ഭാഗമാണ്. ഈ മൂവ്മെന്റുകൾക്കൊന്നും പറയത്തക്ക നേതാക്കന്മാരില്ലെങ്കിലും ഇതിന്റെ ഫണ്ട് മുഴുവൻ വഹിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈവറ്റ് ഡോണേഴ്സ് ആണ്. ഈ മൂവ്മെന്റിൽ അംഗമായവരെയാണ് ഇന്ത്യയിലിരുന്ന് കേരളത്തിലിരുന്നും ട്രംപ് പ്രൊട്ടസ്റ്റ് ജാഥകളിൽ നമ്മുടെ ആളുകൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ബിരിയാണിയും ക്വാർട്ടർ ബോട്ടിലും ഒരു ഫിക്സഡ് എമൗണ്ടും കൊടുത്ത് ജാഥയ്ക്ക് ആളെ കൂട്ടുന്നത് പോലെ ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൊട്ടസ്റ്റ് റാലികളിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം പ്രൊട്ടസ്റ്റേഴ്സും പെയ്ഡ് പ്രൊട്ടസ്റ്റേഴ്സാണ്. ഇവർ പങ്കെടുക്കുന്ന പ്രൊട്ടസ്റ്റ് റാലികൾ എന്തിനു വേണ്ടിയുള്ളതാണെന്ന് പോലും അവർക്കറിയില്ല. ഇവരോട് മീഡിയയുടെ അടുത്ത് യാതൊരു കാരണവശാലും ഒരക്ഷരം മിണ്ടരുതെന്ന് പ്രത്യേക നിർദ്ദേശവും ഇവർക്കുണ്ട്. അങ്ങനെ വലിയ വലിയ ചാനലുകളെല്ലാം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കയ്യിലായതുകൊണ്ട് ഈ ചാനലുകളിൽ വരുന്ന ന്യൂസാണ് അമേരിക്കയുടെ പുറത്തേക്ക് പോകുന്നത്. ഈ ചാനലുകളെല്ലാം നിലകൊള്ളുന്നത് ട്രംപിനെ നാണം കെടുത്താനും ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയുടെ വില കളയാനും മാത്രമാണ്. എന്നാലും അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ട്രംപിന്റെ കൂടെ തന്നെയാണ്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമാണ് നമ്മുടെ സാംസ്കാരിക നായകന്മാർ കേരളത്തിലെ TV ചാനലുകളിൽ വന്നിരുന്ന് ന്യൂയോർക്ക് ടൈംസ് അങ്ങനെ പറഞ്ഞു, CNN ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ തട്ടിവിടുന്നത്. ഈ ചാനലുകളെല്ലാം ആർക്കു വേണ്ടി നിലകൊള്ളുന്നതാണെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ.
ഇതെല്ലാം വളരെ ആധികാരികമായ ഇൻഫർമേഷൻ ആണെന്നാണ് അവർ കരുതുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരുടെ സോഴ്സ് ആ തരത്തിലുള്ളതാണ്. ഇതിൽ സോഷ്യൽ മീഡിയയുടെ പങ്കെന്താണ്? എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വിനയാകുന്നത്? പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അല്പം കവിതയുടെ അസ്കതയുണ്ടായിരുന്നു. അദ്ദേഹം ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി അന്നത്തെ കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലോട്ടും കലാകൗമുദിയിലോട്ടൊക്കെ അയക്കും. എന്നിട്ട് വേഴാമ്പൽ മഴ കാത്തിരിക്കുന്ന പോലെ വല്ലതും അച്ചടിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന് കാലം മാറി. ജനങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് വന്ന് അവർക്ക് വേണ്ടതെല്ലാം വേണ്ട പോലെ എഴുതി ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞു. അതാണ് പുതിയ ലോകം. ട്വിറ്റർ എന്ന കോർപ്പറേഷൻ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ട്രംപിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ട്വിറ്ററിൽ നിന്നും പുറത്താക്കി. ഇലാൻ മസ്ക് $40 ബില്യൺ മേലെ കൊടുത്ത് ട്വിറ്റർ വാങ്ങിക്കുകയും അതിന്റെ പേര് എക്സ് എന്നാക്കി മാറ്റുകയും ചെയ്ത് ട്രംപിന്റെ ട്വിറ്റർ അക്കൗണ്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ട്വിറ്ററിലെ 75% ജോലിക്കാരെ പറഞ്ഞുവിടുകയും ചെയ്തു. ഇന്ന് ട്രംപിന് എക്സ് പ്ലാറ്റ്ഫോമിൽ ഓവർ 100 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ട്രംപ് 2025 അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ ടെക് കമ്പനികളുടെയും സിഇഒമാർ വന്ന് വൈറ്റ് ഹൗസിൽ വന്ന് ട്രംപിന്റെ കൈമുത്തി തിരിച്ചുപോയി. ആ സിഇഒമാരെല്ലാം ട്രംപിനെതിരായി പ്രവർത്തിച്ചവരായിരുന്നു എന്നതാണ് സത്യം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ക്യാൻസലിംഗ് കൾച്ചർ മൂലം എന്ന് വെച്ചാൽ സത്യമായൊരു വാർത്ത ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ദോഷമായി വരുന്നുവെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ ആ വാർത്തയെക്കുറിച്ച് ഒന്നും പറയില്ല. അവർ ആ വാർത്ത കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആ വാർത്തയെക്കുറിച്ച് 1-2 വാചകങ്ങൾ മാത്രം പറഞ്ഞങ്ങ് പോകും. ന്യൂസ് റിപ്പോർട്ട് ചെയ്തുവോ എന്ന് ചോദിച്ചാൽ റിപ്പോർട്ട് ചെയ്തു, അത്ര തന്നെ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാക്കളെല്ലാം മെയിൻ സ്ട്രീം മീഡിയയുടെ ന്യൂസ് റിപ്പോർട്ടേഴ്സിന് മാത്രമേ ഇന്റർവ്യൂ അനുവദിക്കത്തുള്ളൂ. ഫോക്സ് ന്യൂസിലെ ഷോൺ ഹാൻറ്റിക്കോ ലോറ ഇൻഗ്രമിനോ ജെസി വാട്ടേഴ്സിനോ ഒന്നും ഒരിക്കലും ഇന്റർവ്യൂ അനുവദിക്കത്തില്ല. ഇന്റർവ്യൂ അനുവദിച്ചാൽ അത് അവരുടെ തന്നെ സൂയിസൈഡായി മാറുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള സ്വഭാവം ഉടലെടുത്തുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് മെയിൻ സ്ട്രീം മീഡിയയിലുള്ള വിശ്വാസം നശിച്ചുപോയി. അതോടുകൂടി ബ്ലോഗേഴ്സിന്റെയും വ്ളോഗേഴ്സിന്റെയും ബ്രോഡ്കാസ്റ്റിംഗ് രീതിയിലുള്ള പുതിയ തരം ബ്രോഡ്കാസ്റ്റിംഗ് ആരംഭിച്ചു. ഉദാഹരണത്തിന് ജോ റോഗൻ എക്സ്പീരിയൻസ്, മെഗൻ കെല്ലി ഷോ, ടക്കർ കാൾസൺ ഷോ, PBD പോഡ്കാസ്റ്റിംഗ് തുടങ്ങിയവരെല്ലാം വളരെയധികം ജനങ്ങളെ ആകർഷിക്കുകയും ഇവർക്കെല്ലാം ഇവരുടെ കണ്ടന്റുകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ സ്വതന്ത്രമായി എത്തിക്കാൻ പ്രാപ്തരാകുകയും ചെയ്തു. ഇവർക്കെല്ലാം മെയിൻ സ്ട്രീം മീഡിയയേക്കാൾ 2 ഇരട്ടി വ്യൂവേഴ്സും ഉണ്ടായിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ ജനങ്ങളെ സത്യം അറിയിക്കാൻ അധികം മുതൽ മുടക്കില്ലാതെ ഒരു വഴി തുറന്നെന്ന് സാരം. എന്നെ പോലെ ഒരു കഴിവുമില്ലാത്ത ആൾക്ക് പോലും ജനങ്ങളുമായി കണക്റ്റ് ആവാനുള്ള ഒരവസരമുണ്ടായി. ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ആകെ കൂടിയുള്ള ഉപകരണം എന്ന് പറയുന്നത് ഒരു ഐഫോൺ മാത്രമാണ്. പിന്നെ ഒരു കാര്യം, ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത് അമേരിക്കയെ നന്നാക്കാനാണ്. ലോക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ വന്ന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് എതിരായി പ്രവർത്തിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടിയ പോലെ കണക്കാക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് അവരുടെ സ്വന്തമായ അറിവില്ലായ്മയും മെയിൻ സ്ട്രീം മീഡിയയുമാണ് കാരണം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയ സോമാലി ഫ്രോഡിനെ കുറിച്ച് 23 വയസ്സുള്ള നിക് ഷേർലി എന്ന് പറയുന്ന ഒരു പയ്യന്റെ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ 140 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു. നിക് ഷേർലി ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ ഈ രംഗത്തേക്ക് ധാരാളം യുവതികളും യുവാക്കളും കടന്നു വന്നു കഴിഞ്ഞു. ഇവരെല്ലാം അമേരിക്കയിൽ നടക്കുന്ന അഴിമതികളും അനീതികളും ലൈവായി പുറത്തു കൊണ്ടുവരുന്നു. അവർക്കെല്ലാം ആശംസകൾ അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പൊളിറ്റിക്സിന്റെ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മീ. താങ്ക് യു.